ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടുഡേ വി ക്യാൻ ഡിസ്കസ് എ പോയം ബൈ മാത്യു ആർണൽഡ് ആൻഡ് ദാറ്റ് ഈസ് ഡോവർ ബീച്ച്. ഡോവർ ബീച്ച് എന്ന് പറയുന്ന മാത്യു ആർണൽഡിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പോയം, റിട്ടൺ ഇൻ ദി ഇയർ 1851. 1851 ഈ ഒരു പോയം എഴുതപ്പെട്ടത്. ആൻഡ് ഇറ്റ് വാസ് ജസ്റ്റ് ആഫ്റ്റർ ഹിസ് മാരേജ് വിത്ത് ഫ്രാൻസിസ് ലൂസി. മാത്യു ആർണൽഡിൻ്റെ മാരേജിന് തൊട്ട് ശേഷം എഴുതപ്പെട്ടൊരു പോയമാണ് ഡോവർ ബീച്ച്. So Matthew Arnold was a very famous Victorian writer, Victorian poet, along with Tennyson and Browning. Alfred Lord Tennyson, Robert Browning and Matthew Arnold are the great poets of the Victorian period. Okay, so Victorian period lo famous poet ana Matthew Arnold, and അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു ലിറിക് പോയമാണ് ഡോവർ ബീച്ച്, റിട്ടൺ ഇൻ ദി ഇയർ 1851 ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1867 ഇൻ ദ കളക്ഷൻ ന്യൂ പോയംസ്. ഓക്കെ, 1867 ന്യൂ പോയംസ് എന്ന് പറയുന്നൊരു കളക്ഷനിലാണ് ഈ ഒരു പോയം പബ്ലിഷ് ചെയ്യപ്പെട്ടത്. ആൻഡ് ഈ പോയത്തിൻ്റെ ലൊക്കേൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഫെറി പോർട്ട് ഓഫ് ഡോവർ. ഓക്കെ, സൗത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിലെ കെൻറ്റ് എന്ന് പറയുന്നിടത്തുള്ള ഇംഗ്ലീഷ് ഫെറി പോർട്ട് ഓഫ് ഡോവർ, അതാണ് ഈ പോയത്തിൻ്റെ ലൊക്കേൽ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഡോവർ, അത് ഇറ്റ് ഈസ് ഫേസിങ് കാലസ്. കാലസ് എന്ന് പറയുന്നത് നോർത്തേൺ ഫ്രാൻസിലുള്ളൊരു സിറ്റിയാണ്. കാലസ്, CALAIS, കാലസ് എന്ന് പറയുന്ന ഒരു നോർത്തേൺ ഫ്രാൻസിലുള്ളൊരു സിറ്റിയെ ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡോവർ പറയുന്നത്. സോ ഈ ഒരു പ്ലേസിലാണ് ആർണൽഡ് അദ്ദേഹത്തിൻ്റെ ഹണിമൂൺ സ്പെൻഡ് ചെയ്തതെന്ന് പറയപ്പെടുന്നു. ആൻഡ് സോ ദിസ് പോയം ഡോവർ ബീച്ച് വാസ് റിട്ടൺ അറ്റ് ദ ടൈം ജസ്റ്റ് ആഫ്റ്റർ ഹിസ് മാരേജ്, അദ്ദേഹത്തിൻ്റെ മാരേജിന് തൊട്ട് ശേഷം, ഇൻ ദ ഇയർ 1851. ഓക്കെ, സോ ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1867. ഓക്കെ, ഈ ഒരു പോയത്തിൽ ഹി എക്സ്പ്രസ്സസ് എ ക്രൈസിസ് ഓഫ് ഫെയ്ത്ത്, ലോസ് ഓഫ് ഫെയ്ത്ത്. മനുഷ്യർക്ക് എന്താണ് ആ ഒരു ക്രിസ്ത്യൻ ഫെയ്ത്ത് ഇൻ റിലീജിയൻ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് പറയുന്നത്. ബിക്കോസ് ഓഫ് ദ അഡ്വെൻറ്റ് ഓഫ് സയൻറ്റിഫിക് ഡിസ്കവറീസ് എല്ലാം ഒരുപാട് നടന്ന ടൈമായിരുന്നു. സോ അത് കാരണം ക്രിസ്ത്യാനിറ്റിയിലുള്ള ആ ഒരു ഫെയ്ത്ത് ഇൻ റിലീജിയൻ ഡിമിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പോയറ്റ് ഇതിൽ പറയുന്നത്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ പോയം ഡോവർ ബീച്ച്. The sea is calm tonight, the tide is full, the moon lies fair upon the straits, on the French coast the light gleams and is gone, the cliffs of England stand glimmering and vast out in the tranquil bay. സോ തുടക്കത്തിൽ, ഈ ഒരു പോയത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ഒരു വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നൈറ്റ് ടൈം ആൻഡ് ഇറ്റ് സീംസ് എ വെരി പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. ദ സീ ഇസ് കാം ടു നൈറ്റ്. സീയെ ഡിസ്ക്രൈബ് ചെയ്യാൻ വളരെയധികം കാം ആയിട്ടുള്ളൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ്. ദ ടൈഡ് ഇസ് ഫുൾ, ദ മൂൺ ലൈസ് ഫെയർ അപ്പോൺ ദ സ്ട്രെയ്റ്റ്സ്. That is, he observes the fullness of the tide and the moon reflecting on the water. മൂണിൻ്റെ റിഫ്ലക്ഷൻ ഒക്കെ പറയുന്നുണ്ട്. വളരെയധികം പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ്. On the French coast the light gleams and is gone, the cliffs of England stand glimmering and vast out in the tranquil bay. So he is looking across the English Channel. Okay, ഇവിടെ അപ്പോൺ ദ സ്ട്രെയ്റ്റ്സ് എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് ചാനലിനെയാണ്. ഹീസ് ടോക്കിംഗ് അബൌട്ട് ഇംഗ്ലീഷ് ചാനൽ ദാറ്റ് സെപ്പറേറ്റ്സ് ഇംഗ്ലണ്ട് ആൻഡ് ഫ്രാൻസ്. ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇംഗ്ലീഷ് ചാനലിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ പോയറ്റ് ഈസ് ലുക്കിംഗ് അക്രോസ് ദ ഇംഗ്ലീഷ് ചാനൽ ആൻഡ് ദ സ്പീക്കർ സീസ് ദ ലൈറ്റ് ഓഫ് ദ ഫ്രഞ്ച് കോസ്റ്റ് ഫെയ്ഡ് അവേ. On the French coast the light gleams and is gone. Okay, ആ ഫ്രഞ്ച് കോസ്റ്റിലുള്ള ലൈറ്റ് ഇറ്റ് ഫെയ്ഡ്സ് അവേ. And the cliffs of England stand glimmering and vast out in the tranquil bay. So English coastലുള്ള cliffs, they stand tall and bright and the bay seems very tranquil, calm. Okay, so cliffs, hills of England, it stand glimmering and vast. Huge mountains on a tall mountains, they stand tall and bright and the bay, it seems calm. Okay, tranquil bay. ഓക്കെ, സോ ഇദ്ദേഹം ആദ്യത്തെ ഈ ഒരു ഭാഗത്തിൽ എങ്ങനെയാണ് വളരെയധികം കാം ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ കം ടു ദ വിൻഡോ, സ്വീറ്റ് ഇസ് ദ നൈറ്റ് എയർ, ഓൺലി ഫ്രം ദ ലോങ് ലൈൻ ഓഫ് സ്പ്രേ വേർ ദ സീ മീറ്റ്സ് ദ മൂൺ ബ്ലാൻഷ്ഡ് ലാൻഡ്.
സോ അതിനുശേഷം അദ്ദേഹം ആരെയോ അഡ്രസ്സ് ചെയ്യാണ്. കം ടു ദ വിൻഡോ. ഓക്കെ, സഡൻലി ദ സ്പീക്കർ അഡ്രസ്സസ് സംവൺ എൽസ്. മറ്റാരെയോ അദ്ദേഹം അഡ്രസ്സ് ചെയ്യാണ്. കം ടു ദ വിൻഡോ, സ്വീറ്റ് ഇസ് ദ നൈറ്റ് എയർ. ആൻഡ് ഹീ സേസ് ടു ദിസ് പേഴ്സൺ, അദ്ദേഹം ഈ പേഴ്സണെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹീ ഈസ് സ്പീക്കിംഗ് ടു ദിസ് പേഴ്സൺ ടു കം ആൻഡ് ലുക്ക് അറ്റ് വാട്ട് ദ സ്പീക്കർ ഇസ് ലുക്കിംഗ് അറ്റ്. ഇദ്ദേഹം എന്താണ് നോക്കുന്നത്, ഇദ്ദേഹം എൻജോയ് ചെയ്യുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ വന്ന് എൻജോയ് ചെയ്യൂ എന്ന് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കമ്പാനിയനോട് ആവശ്യപ്പെടുകയാണ്. കം ടു ദ വിൻഡോ ആൻഡ് സ്വീറ്റ് ഇസ് ദ നൈറ്റ് എയർ. ഓക്കെ, വളരെയധികം പ്ലെസൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ്. ആൻഡ് സോ യു ക്യാൻ എൻജോയ് ദ നൈറ്റ്സ് പ്ലെസൻറ്റ് എയർ. ആ ഒരു അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കമ്പാനിയനെ വിളിക്കുകയാണ്. ആൻഡ് അതിനുശേഷം ഹീ സെൻസസ് സംതിങ് ദറ്റ് ഇറ്റ് ഇസ് നോട്ട് ക്വൈറ്റ് റൈറ്റ്. എന്തോ റൈറ്റ് അല്ല. ഹീ ഫീൽ സംതിങ് റോങ്. ഓക്കെ, so he describes this spray where the water meets the moonlit land. Only from the long line of spray where the sea meets the moon-blanched land. Blanch means white. Okay, so ഇവിടെ ഈ ബീച്ച്, അദ്ദേഹം ബീച്ചിനെ വളരെയധികം വൈറ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ. ദ ബീച്ച് ലുക്സ് വൈറ്റ് അണ്ടർ മൂൺലൈറ്റ്. മൂൺലൈറ്റിന് കീഴിൽ ബീച്ചൊക്കെ വളരെയധികം വൈറ്റ് ആയിട്ട് തോന്നുവാണ്. ആൻഡ് ഹീ ഡിസ്ക്രൈബ്സ് ദ സ്പ്രേ വേർ ദ വാട്ടർ മീറ്റ്സ് ദ മൂൺലിറ്റ് ലാൻഡ്. ഓക്കെ, സോ ആ ഒരു വൈറ്റ് ഫ്രോത്ത് ബബിൾസ് വേവ്സ് വന്ന് ഇങ്ങനെ വരുമ്പോൾ ആ ഒരു സ്പ്രേനെ പറയുന്നതാണ് അദ്ദേഹം. ഓക്കെ, സോ ഹീ സേസ് ടു ഹിസ് കമ്പാനിയൻ ടു കം ആൻഡ് എൻജോയ് ദാറ്റ് ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ, ദാറ്റ് പ്ലെസൻറ്റ് എയർ. ബട്ട് ദർ ഇസ് സംതിങ് റോങ്. അതിനുശേഷം അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നു. Listen, you hear the grating roar of pebbles which the waves draw back and fling. At their return up the high strand, begin and cease, and then again begin with tremulous cadence low, and bring the eternal note of sadness in. So adinashesham again he is asking his companion to listen. Listen, you hear the grating roar of pebbles which the waves draw back and fling at their return up the high strand. So ഇവിടെ അദ്ദേഹം he asked this person to listen to the sound of the pebbles. Okay, waves കാരണം വേവ്സ് ഇങ്ങനെ എന്താണ് വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് അവിടെയുള്ള ആ പെബിൾസ് എന്ന് വെച്ചാൽ റൗണ്ട് സ്റ്റോൺസ്. ഓക്കെ, ആ സ്റ്റോൺസിൽ വന്ന് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, വേവ്സ് വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് ഈ പെബിൾസിൽ വന്ന് ടച്ച് ചെയ്യുന്നു. ഓക്കെ, സോ ആ ഒരു ശബ്ദം അത് വളരെയധികം ഗ്രേറ്റിംഗ് ആയിട്ടാണ്. ദാറ്റ് മീൻസ് റഫ്. ഓക്കെ, ഗ്രേറ്റിംഗ് റോർ ആയിട്ടാണ് ആർണൽഡ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലിസൺ, യു ഹിയർ ദ ഗ്രേറ്റിംഗ് റോർ ഓഫ് പെബിൾസ് വിച്ച് ദ വേവ്സ് ഡ്രോ ബാക്ക് ആൻഡ് ഫ്ലിങ് അറ്റ് ദെയർ റിട്ടേൺ അപ്പ് ദ ഹൈ സ്ട്രാൻഡ്. സോ ഹി ആസ്ക്ഡ് ദ പേഴ്സൺ ടു ലിസൺ ടു ദ സൗണ്ട് ഓഫ് ദ പെബിൾസ് ആസ് ദ വേവ്സ് ഷിഫ്റ്റ്സ് ദെം ബാക്ക് ആൻഡ് ഫോർത്ത്. ഓക്കെ, സോ ബീച്ചിലേക്ക് ആ ഒരു വേവ്സ് വരുമ്പോഴും പോകുമ്പോഴും ആ പെബിൾസിൽ ടച്ച് ചെയ്യുന്ന ആ ഒരു ശബ്ദം അതൊരു ഗ്രേറ്റിംഗ് റോർ ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അത്ര പ്ലെസൻ്റ് അല്ലാത്ത രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ബിഗിൻ ആൻഡ് സീസ് ആൻഡ് ദെൻ അഗൈൻ ബിഗിൻ വിത്ത് ട്രെമുലസ് കേഡൻസ്. കേഡൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു റിതം, ആ ഒരു ട്രെംപ്ലിംഗ് റിതം. വിത്ത് ട്രെമുലസ് കേഡൻസ് സ്ലോ and bring the eternal note of sadness in. സോ ആ ഒരു റിപ്പീറ്റിംഗ് ആക്ഷനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇത് എന്താണ്, വേവ്സ് വന്ന് ടച്ച് ചെയ്യുന്നു പോകുന്നു, വീണ്ടും വരുന്നു പോകുന്നു, അങ്ങനെ ആ ഒരു പെബിൾസിൽ വന്ന് ടച്ച് ചെയ്യുന്നു പോകുന്നു, ആ ഒരു ശബ്ദം ശ്രദ്ധിക്കുമെന്ന് പറയുന്നുണ്ട്. ആൻഡ് ആ ഒരു റിപ്പീറ്റിംഗ് ആക്ഷൻ അതിനെ അദ്ദേഹം ഐഡൻറ്റിഫൈസ് ഇറ്റ് വിത്ത് ഇറ്റേണൽ സാഡ്നെസ്, ദ ഇറ്റേണൽ നോട്ട് ഓഫ് സാഡ്നെസ് ഇൻ. സോ അവിടെ ഒരു സാഡ്നെസ് ആണ് അദ്ദേഹം അസോസിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ആ ഒരു സാഡ്നെസ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് നോട്ട് എ ന്യൂ കൈൻഡ് ഓഫ് സാഡ്നെസ്, ഇറ്റ് ഈസ് ഇറ്റേണൽ നോട്ട് ഓഫ് സാഡ്നെസ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് എ ന്യൂ കൈൻഡ് ഓഫ് സാഡ്നെസ് ബട്ട് ഇറ്റ് ഈസ് ഇറ്റേണൽ. ഓക്കെ, പണ്ട് തൊട്ടേ ഉള്ളതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇറ്റ്സ് നോട്ട് എ ന്യൂ കൈൻഡ് ഓഫ് സാഡ്നെസ്. ഓക്കെ, ദെൻ Sophocles long ago heard it on the Aegean, and it brought into his mind the turbid ebb and flow of human misery. We find also in the sound a thought hearing it by this distant northern sea. So ഇവിടെ അദ്ദേഹം പറയാണ് Sophocles long ago. Who is Sophocles? The ancient Greek playwright. Okay, the great ancient playwright, Greek playwright. Okay, and so he's saying, writer is saying, Sophocles long ago heard it on the Aegean.
സോ ഇതേപോലത്തെ ആ ഒരു എന്താണ് ആ ഒരു ശബ്ദം സോഫോക്ലിസ് വളരെ മുൻപ് ഏജൻസിയുടെ അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹവും കേട്ടിട്ടുണ്ട്. ഏജൻസി ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ മെഡിറ്ററേനിയൻ സീ, ഓക്കെ, വിച്ച് ഇസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ഗ്രീസ് ആൻഡ് ടർക്കി. ഗ്രീസിനും ടർക്കിക്കും ബിറ്റ്വീൻ ആയിട്ടുള്ള ഏജൻസിയിൽ അവിടെ വെച്ച് സോഫോക്ലിസും ഇതേപോലെ കേട്ടിട്ടുണ്ട്. ഓക്കെ, സോഫോക്ലിസ് ലോങ് എഗോ ഹേർഡ് ഇറ്റ് ഓൺ ദ ഏജിയൻ. ഓക്കെ, that means Sophocles also had heard of this melancholic noise, ആ ഒരു ഇറ്റേണൽ നോട്ട് ഓഫ് അവിടെയാണ് അദ്ദേഹം ഇറ്റേണൽ നോട്ട് ഓഫ് സാഡ്നെസ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഉണ്ടാവുന്ന ഫീലിംഗ് അല്ല, ഇറ്റ് ഈസ് സെഞ്ച്വറീസ് ബാക്ക്, വളരെ മുൻപ് തന്നെ സോഫോക്ലിസും ഇതേ രീതിയിലുള്ള ആ ഒരു നോയ്സ് കേട്ടിട്ടുണ്ട് എന്നാണ് പോയിട്ട് പറയുന്നത്. സോഫോക്ലിസ് ലോങ് എഗോ ഹേർഡ് ഇറ്റ് ഓൺ ദ ഏജിയൻ ആൻഡ് ഇറ്റ് ബ്രോട്ട് ഇൻ ടു ഹിസ് മൈൻഡ് the turbid ebb and flow of human misery. ഓക്കെ, അതായത് സ്പീക്കർ ഇപ്പോൾ ഇംഗ്ലീഷ് കോസ്റ്റിൽ കേൾക്കുന്ന പോലെ അതേപോലത്തെ ഒരു ശബ്ദം സോഫോക്ലിസ് ലോങ് എഗോ ഏജൻസിയിൽ വെച്ച് കേട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദ റൈറ്റർ ഇമാജിൻസ് സോഫോക്ലിസ് ഹിയറിംഗ് ദ സെയിം സാഡ്നെസ് ഇൻ ദ ഏജൻസി ആസ് ദ സ്പീക്കർ ജസ്റ്റ് എക്സ്പീരിയൻസ് നൗ ഇൻ ദ ഇംഗ്ലീഷ് കോസ്റ്റ്. ഓക്കെ, സോ ആ ഒരു സൗണ്ട് അതിനെ എന്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? ആൻഡ് ഇറ്റ് ബ്രോട്ട് ഇൻ ടു ഹിസ് മൈൻഡ് ദ ടർബിഡ് എബ് ആൻഡ് ഫ്ലോ ഓഫ് ഹ്യൂമൻ മിസറി. സോ ആ ഒരു വേവ്സിൻ്റെ സാഡ് സൗണ്ടിനെ അദ്ദേഹം അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഹ്യൂമാനിറ്റിയുടെ ആ ഒരു സോറോ ആയിട്ടാണ്, ഹ്യൂമൻ മിസറി ആയിട്ടാണ് അദ്ദേഹം കമ്പയർ ചെയ്തിരിക്കുന്നത്. So he then notices another thought that comes with the sound of the sea. So Sophocles പണ്ടൊരിക്കൽ ഏജൻസിയുടെ അവിടെ നിന്ന് കേട്ടിട്ടുള്ള അതേ ശബ്ദമാണിപ്പോൾ ഇംഗ്ലീഷ് കോസ്റ്റിൻ്റെ അവിടെ നിന്ന് സ്പീക്കർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇറ്റേണൽ നോട്ട് ഓഫ് സാഡ്നെസ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹ്യൂമൻ മിസറി. ഓക്കെ, then the sea of faith was once too at the full, and round earth's shore lay like the folds of a bright girdle furled. സോ ഇവിടെ അദ്ദേഹം ആ ഒരു റിലീജിയനിലുള്ള ഫെയ്ത്ത് ആൾക്കാർക്ക് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നു. ഓക്കെ, ദ സീ ഓഫ് ഫെയ്ത്ത് വാസ് വൺസ് ടു അറ്റ് ദ ഫുൾ. ഓക്കെ, വൺസ് അപ്പോൺ എ ടൈം ദ സീ ഓഫ് ഫെയ്ത്ത്, ആ ഒരു റിലീജിയനിലുള്ള ഒരു വിശ്വാസം, സ്പിരിച്വാലിറ്റി മനുഷ്യർക്കുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ഫുൾ. ദ സീ ഓഫ് ഫെയ്ത്ത് വാസ് വൺസ് ടു അറ്റ് ദ ഫുൾ. Okay, and round earth's shore lay like the folds of a bright girdle furled. Girdle means belt, furled means fold ചെയ്ത് റാപ്പ് ചെയ്യുക എന്നുള്ള രീതിയിൽ. ഓക്കെ, സോ ആൾക്കാരെ ചുറ്റി എന്താണ് ഉണ്ടായിരുന്നത്? ഫെയ്ത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, സോ മനുഷ്യർക്ക് എല്ലാവർക്കും എങ്ങനെയായിരുന്നു ആ ഒരു ഫെയ്ത്ത് ഇൻ റിലീജിയൻ, ഫെയ്ത്ത് ഇൻ ക്രിസ്ത്യാനിറ്റി, ദൈവത്തിലുള്ള ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. സോ അതവരെ ചുറ്റി ഉണ്ടായിരുന്നു, എപ്പോഴും മനുഷ്യരെ ചുറ്റി ആ ഒരു ഫെയ്ത്ത് ഉണ്ടായിരുന്നു, സീ ഓഫ് ഫെയ്ത്ത്. ബട്ട് നൗ അത് എന്താണ്? നഷ്ടപ്പെട്ടു പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗോഡ് എപ്പോഴും ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു എന്നാണ് റൈറ്റർ വിശ്വസിക്കുന്നത്. ബട്ട് നൗ ഇറ്റ് ഹാഡ് ഡെമിനിഷ്ഡ്. ഓക്കെ, so it worried the writer so much. It upsets Arnold. Okay, so he was worried about the condition of man. ആൾക്കാർക്ക് ഇപ്പം എങ്ങനെയാണ്? പീപ്പിൾ ആർ ലൂസിങ് ഫെയ്ത്ത് ഇൻ റിലീജിയനിൽ ഒരു തരത്തിലുള്ള വിശ്വാസവും ഇല്ല. സീ ഓഫ് ഫെയ്ത്ത് വാസ് വൺസ് ടു അറ്റ് ദ ഫുള്ളായിരുന്നു. ഒരിക്കൽ എങ്ങനെയാണ്? ആൾക്കാർക്ക് റിലീജിയനിലും സ്പിരിച്വാലിറ്റിയിലും ഒക്കെ വളരെയധികം വിശ്വാസമായിരുന്നു. ആൻഡ് റൗണ്ട് എർത്ത് ഷോ ലേ ലൈക്ക് ദ ഫോൾസ് ഓഫ് എ ബ്രൈറ്റ് ഗേർഡിൽ ഫേൾഡ്. ഒരിക്കൽ എല്ലാവരിലും ആ ഒരു ഫെയ്ത്ത് ഉണ്ടായിരുന്നു. ബട്ട് നൗ ഐ ഓൺലി ഹിയർ ഇറ്റ്സ് മെലങ്കലി ലോങ് വിഡ്രോയിങ് റോർ retreating to the breath of the night wind down the vast edges drear and naked shingles of the world. But now I only hear its melancholy. So ഇവിടെ ഇപ്പം എങ്ങനെയാണ്? പോയിറ്റിന് സീയുടെ ആ ഒരു സാഡ് റിട്രീറ്റ് മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ. Now he can only hear the retreating sea. Okay, so now the sea of faith, it becomes smaller, but now I only hear its melancholy long withdrawing roar, retreating to the breath of the night wind down the vast edges drear and naked shingles of the world. Shingles means pebbles. So our sea of faith ഇപ്പോൾ disappear ചെയ്യാണ് into the atmosphere and leaves the edges of the world naked. So ഇപ്പോൾ മനുഷ്യർക്ക് എങ്ങനെയാണ്? ആ ഒരു സീ ഓഫ് ഫെയ്ത്ത് ഇല്ല, മനുഷ്യരുടെ ഉള്ളിൽ ആ ഒരു വിശ്വാസം ഇല്ല. ഓക്കെ,
ഫെയ്ത്ത് ഇൻ റിലീജിയൻ, സ്പിരിച്വാലിറ്റി എല്ലാം നഷ്ടപ്പെട്ടു മനുഷ്യർക്ക്. ഓക്കെ, സോ ആ ഒരു വാട്ടർ റിട്രീറ്റിംഗ് സീ ആണ് ഇപ്പോൾ അദ്ദേഹത്തിന് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ആൻഡ് വൺസ് ദ വാട്ടർ ഇസ് ഗോൺ ഓൺലി പെബിൾസ് വേർ, ഇപ്പോൾ പെബിൾസ് മാത്രമാണ് അവിടെ ഉള്ളത്. ഓക്കെ, സോ ആ ഒരു സീ ഓഫ് ഫെയ്ത്ത്, റിലീജിയനിലുള്ള വിശ്വാസം, ക്രിസ്ത്യാനിറ്റിയിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, അതെല്ലാം ആൾക്കാർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പീപ്പിൾ ആർ ലൂസിങ് ഫെയ്ത്ത് ഇൻ റിലീജിയൻ. സോ ആർണൽഡ് ഇസ് റിയലി വറീഡ് അബൌട്ട് ദ കണ്ടീഷൻ ഓഫ് മാൻ. ഓക്കെ, മനുഷ്യരുടെ ആ ഒരു മനുഷ്യരാശിയുടെ ആ ഒരു കണ്ടീഷനെ കുറിച്ച് അദ്ദേഹം വളരെയധികം വറീഡാണ്. ദെൻ ഹി സേസ്, love, let us be true to one another, for the world which seems to lie before us like a land of dreams, so various, so beautiful, so new, hath really neither joy nor love nor light nor certitude nor peace nor help for pain. Okay, then he says, our love, he is addressing his love, he is addressing his lover. Our love, let us be true to one another. So he is saying, അദ്ദേഹം പറയുന്നു മനുഷ്യർക്ക് ആ ഒരു ഫെയ്ത്ത് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. റിലീജിയനിലുള്ള ഫെയ്ത്ത്, ദൈവത്തിലുള്ള ഫെയ്ത്ത്, സ്പിരിച്വാലിറ്റിയിലുള്ള ഫെയ്ത്ത് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. സോ വാട്ട് വി ക്യാൻ ഡു ഇസ് വി ക്യാൻ ബി ട്രൂ ടു വൺ അനദർ. ഓക്കെ, ലെറ്റ് us ബി ട്രൂ ടു വൺ അനദർ. നമുക്കെങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസ്തരായി സ്നേഹിച്ച് ജീവിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഹി അഡ്രസ്സസ് ഹിസ് ലവർ ആൻഡ് ഹി സ്റ്റേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദ ടു ഓഫ് ദം നീഡ് ടു ട്രീറ്റ് ഈച്ച് അതർ വിത്ത് ഓണസ്റ്റി. വളരെയധികം ഓണസ്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം സ്നേഹത്തോടു കൂടി വി ഷുഡ് ബി ട്രൂ ടു വൺ അനദർ. ഓക്കെ, സോ നമുക്കെങ്കിലും ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ബിക്കോസ് ഫോർ ദ വേൾഡ് വിച്ച് സീംസ് ടു ലൈ ബിഫോർ us ലൈക്ക് എ ലാൻഡ് ഓഫ് ഡ്രീംസ്, സോ വേരിയസ്, സോ ബ്യൂട്ടിഫുൾ, so new, hath really neither joy nor love nor light nor certitude nor peace nor help for pain. ഇതിന് അദ്ദേഹം പറയുന്നത് എന്താണ്? നമുക്ക് മുന്നിലുള്ള ഈ ഒരു വേൾഡ്, ഇറ്റ് സീംസ് ടു ബി, ഇറ്റ് ഹാസ് എ ഡ്രീം ലൈക്ക് ക്വാളിറ്റി. അത് വളരെയധികം ലാൻഡ് ഓഫ് ഡ്രീംസ് ഒക്കെ ആയിട്ട് നമുക്ക് തോന്നും. സോ വേരിയസ്, വളരെയധികം വെറൈറ്റിയും ബ്യൂട്ടിയും ന്യൂനെസ്സും ഒക്കെ ഉള്ള ഒരു വേൾഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ബട്ട് ആക്ച്വലി ഇറ്റ് ഡസൻറ്റ് ഓഫർ എനി ജോയ് ഓർ ലവ്. ഒരു തരത്തിലുള്ള ജോയോ ലവോ ലൈറ്റോ ഒന്നും തന്നെ നമുക്ക് ഓഫർ ചെയ്യുന്നില്ല. ഇപ്പം ഇവിടെ എങ്ങനെയാണ്? എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹ്യൂമൻ കണ്ടീഷൻ തന്നെ ആ ഒരു മിസറി ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് മുന്നിൽ വളരെയധികം ഒരു ഡ്രീം ലൈക്ക് ക്വാളിറ്റിയുള്ള ലാൻഡ് ഓഫ് ഡ്രീംസ് ഒക്കെ ആയിട്ട് നമുക്ക് തോന്നാം. ബട്ട് ഒരുപാട് വെറൈറ്റിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ന്യൂ ആയിട്ടുള്ള ഇതൊക്കെ ആയിട്ട് നമുക്ക് തോന്നാം. ബട്ട് ആക്ച്വലി ഇറ്റ് ഡസൻറ്റ് ഓഫർ എനി കൈൻഡ് ഓഫ് ജോയ് ഓർ ലവ്. ഓക്കെ, സോ അതുപോലെ തന്നെ നോർ സർട്ടിറ്റ്യൂഡ് നോർ പീസ് നോർ ഹെൽപ്പ് ഫോർ പെയിൻ. ഒരു തരത്തിലുള്ള പീസോ റിലീഫോ ഒന്നും തന്നെ നമുക്ക് കിട്ടാൻ പോകുന്നില്ല. സോ ഹീ ഈസ് ആസ്കിങ് ഹിസ് ലവർ ടു ബി ട്രൂ ടു വൺ അനദർ. ലെറ്റ് us ബി ട്രൂ ടു വൺ അനദർ. അത് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ഹോപ്പായിട്ടുള്ളൂ. ഓക്കെ, സോ വി ഹാവ് ഓൺലി ഹോപ്പ് ഇൻ ഈച്ച് അതർ. ഓക്കെ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസ്തരായിരിക്കാം എന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. സോ അവിടെ അദ്ദേഹം ഒരു മെസ്സേജ് എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തെങ്ങനെയാണ് ആ ഒരു സമാധാനവും അതെല്ലാം നശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫെയ്ത്തിൽ ആൾക്കാർക്ക് ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ ഓരോരുത്തരും ചിന്തിക്കുക, ഓരോരുത്തരും ട്രൂത്ത്ഫുള്ളായിട്ട് ഇരിക്കാനായിട്ട് ചിന്തിക്കുക. അങ്ങനെ ഇരുന്നാൽ മാത്രമേ ഈ ലോകം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. Then he says, and we are here as on a darkling plain, swept with confused alarms of struggle and flight, where ignorant armies clash by night. സോ അവരുടെ ആ ഒരു സിറ്റുവേഷൻ അദ്ദേഹം പറയുന്നത് ഒരു ഡാർക്ലിംഗ് പ്ലെയിൻ, ഒരു ഡാർക്ക് ലാൻഡിൽ നിൽക്കുന്നത് പോലെയാണ്. അവിടെ കംപ്ലീറ്റ് കയോസ് മാത്രമാണ്. ആൻഡ് വി ആർ ഹിയർ ആസ് ഓൺ എ ഡാർക്ലിംഗ് പ്ലെയിൻ, സ്വെപ്റ്റ് വിത്ത് കൺഫ്യൂസ്ഡ് അലാംസ് ഓഫ് സ്ട്രഗിൾ ആൻഡ് ഫ്ലൈറ്റ്, വെർ ഇഗ്നോറൻറ്റ് ആർമീസ് ക്ലാഷ് ബൈ നൈറ്റ്. സോ ഇവിടെ എങ്ങനെയാണ്? ബാറ്റിൽസ് ബിറ്റ്വീൻ അൺനോയിങ് ഗ്രൂപ്പ്സ് കണ്ടിന്യൂ. ഡാർക്ക്നെസ്സിൽ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ ഫൈറ്റ് ചെയ്യാണ്. വെർ ഇഗ്നോറൻറ്റ് ആർമീസ് ക്ലാഷ് ബൈ നൈറ്റ്. അവിടെ മൊത്തം എങ്ങനെയാണ്? ഒരു കയോസാണ്, കൺഫ്യൂഷനാണ്, സ്ട്രഗിളും ഫൈറ്റും ഒക്കെയാണ് അവിടെ. ഓക്കെ, സോ ഒരു കൺഫ്യൂഷനായിട്ടാണ് അവിടെ പറയുന്നത്. സോ ഇഗ്നോറൻറ്റ് ആർമീസ് ക്ലാഷ് ബൈ നൈറ്റ്. അൺനോയിങ് ഗ്രൂപ്പ്സ് തമ്മിൽ എങ്ങനെയാണ്? ദേ കണ്ടിന്യൂ ടു ഫൈറ്റ് ഇൻ ദ ഡാർക്ക്നെസ്. ഓക്കെ, സോ അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത് മോഡേൺ മാൻ ഇപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം മനുഷ്യർക്ക് റിലീജിയനിലും
ദൈവത്തിലുമൊക്കെയുള്ള ആ ഒരു വിശ്വാസം നഷ്ടപ്പെടുകയാണ്. ദേ ആർ ലിവിങ് ഇൻ എ കയോട്ടിക് വേൾഡ്, ഓക്കെ, വിത്തൗട്ട് ഗോഡ്. ഓക്കെ, സോൾജേഴ്സ് എങ്ങനെയാണോ ഡാർക്ക്നെസ്സിൽ ഫൈറ്റ് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ എങ്ങനെയാണോ ഫൈറ്റ് ചെയ്യുന്നത്, അതുപോലെയാണ് മനുഷ്യരുടെ കണ്ടീഷൻ ഇപ്പോൾ. ഓക്കെ, ദേ ആർ ലിവിങ് ഇൻ എ കയോട്ടിക് വേൾഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും സ്നേഹിക്കുന്നില്ല, വിശ്വാസമില്ല, ആ ഒരു രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ആൻഡ് ദ ലോസ് ഓഫ് ഫെയ്ത്ത്, അദ്ദേഹം അതിനെക്കുറിച്ചാണ് ഇതിൽ കൂടുതലും പറയുന്നത്. കാലം കടന്നു പോകുമ്പം ഒരുപാട് മേഖലകളിൽ എങ്ങനെയാണ് പുതിയ പുതിയ ഡിസ്കവറീസ് വരുന്നു. ഓക്കെ, സയൻസ് ആയാലും ടെക്നോളജി ആയാലും എല്ലാം അഡ്വാൻസ്മെൻ്റ് ഉണ്ടാവുന്നു, പുതിയ പുതിയ ഡിസ്കവറീസ് ഉണ്ടാവുന്നു. പക്ഷേ മനുഷ്യർക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫെയ്ത്ത്, മനുഷ്യരെ മൊത്തം ചുറ്റി ഉണ്ടായിരുന്ന ആ ഒരു സീ ഓഫ് ഫെയ്ത്ത്, അത് മനുഷ്യരിൽ നിന്ന് അകന്നു പോവുകയാണ് എന്നാണ് റൈറ്റർ പറയുന്നത്. ഓക്കെ, മനുഷ്യർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. പണ്ട് എങ്ങനെയായിരുന്നു, അവർക്ക് ദൈവം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നൊരു, ഗോഡ് പ്രൊട്ടക്ട്സ് ദം, അങ്ങനെ ഒരു ബിലീഫ് അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു സീ ഓഫ് ഫെയ്ത്ത് അവരിൽ നിന്ന് അകന്നകന്നു പോകുന്നു. സോ ഹിയർ ദ സ്പീക്കർ എക്സ്പ്രസ്സസ് എ ക്രൈസിസ് ഓഫ് ഫെയ്ത്ത്. ഓക്കെ, ആൻഡ് ഹീ ഈസ് അക്നോളജിങ് ദ ഫാക്ട് ദാറ്റ് ദർ ഇസ് ദ പീപ്പിൾ, ദേ ആർ ഇൻ എ കയോട്ടിക് സിറ്റുവേഷൻ. ആൾക്കാർ എങ്ങനെയാണ്, ജനങ്ങളൊരു കയോട്ടിക് സിറ്റുവേഷനിലാണ്. ആൻഡ് ക്രിസ്ത്യാനിറ്റി, ദ ഫെയ്ത്ത് ഇൻ ക്രിസ്ത്യാനിറ്റി ഈസ് ഡിമിനിഷിങ്. ഓക്കെ, സോ അദ്ദേഹം അതിനെ ഒരു നല്ലൊരു ലക്ഷണമായിട്ട് കണക്കാക്കുന്നില്ല. സോ ഇനി എന്താണ്, ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് അദ്ദേഹം അപ്പോൾ പറയുന്നത്. നമുക്ക് പിന്നീട് എങ്ങനെയാണ് ഒരുപാട് യുദ്ധങ്ങളുണ്ടായി, ഇതെല്ലാം തന്നെയാണ് പിന്നീട് സംഭവിച്ചത്, അല്ലേ? സോ അത്തരത്തിലുള്ള ആ ഒരു ലോകം, അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ലാതെ, ഒരു തരത്തിലുള്ള വിശ്വാസവും ഇല്ലാതെ, ദൈവത്തിൽ പോലും വിശ്വാസമില്ലാതെ ജീവിക്കുക, ആ ഒരു കയോട്ടിക് സിറ്റുവേഷനാണ് അദ്ദേഹം ഈ ഒരു പോയത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ അദ്ദേഹം ഇതിൽ കൂടെ നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത്, അറ്റ്ലീസ്റ്റ് വി ക്യാൻ ബി ട്രൂ ടു വൺ അനദർ, ലെറ്റ് us ബി ട്രൂ ടു വൺ അനദർ. അദ്ദേഹത്തിൻ്റെ ലവറോട് പറയാണ്, ലെറ്റ് us ബി ട്രൂ ടു വൺ അനദർ. അതിൽ മാത്രമേ ഒരു ഹോപ്പുള്ളൂ. നമുക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസ്തയോടുകൂടി ഇരിക്കാം, നമുക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാം. സോ അതിൽ മാത്രമേ ഒരു ഫ്യൂച്ചർ, ഒരു ഹോപ്പ് ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ പോയം ഡോവർ ബീച്ച്. താങ്ക് യു സോ മച്ച്.